നാവില് വെള്ളമുറണതെന്താണ് നാവില് വെള്ളമുറണതെന്താണ് കടലു ഹായ് ഫ്രണ്ട്സ്, കുട്ടനാടൻ വെറൈറ്റി ഷോയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഈ കുട്ടനാടെന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്ന കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ നാടൻ ഷാപ്പുകളിലും അവിടുത്തെ നാടൻ ഫുഡുകളുടെ ഒരു ഇതായിരിക്കും കുട്ടനാടെന്ന് പറയുമ്പോഴേ ആദ്യം നമ്മുടെ മനസ്സിലോട്ടൊക്കെ വരുന്നത്. നമ്മുടെ ഈ കുട്ടനാട്ടിൽ തന്നെയുള്ള ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ ഒരു മധ്യഭാഗത്തുള്ള ഒരു സൈഡിലുള്ള ഒരു തൃപ്തി എന്ന് പറയുന്ന ഒരു കള്ളി ഷാപ്പിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഇന്ന് വന്നത് ഇവിടുത്തെ അടിപൊളി നാടൻ ഫുഡുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഫാമിലി കള്ളി ഷാപ്പ് മാത്രമല്ല, ഒരു ഫാമിലി റെസ്റ്റോറൻറ്റും കൂടാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലം കൂടെയൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡിൻ്റെ ഇതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളിവിടെ കയറിയിട്ട് ഒന്ന് അടിപൊളി ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ച് പോകുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് ഇനി നേരെ വീഡിയോ കിട്ടും. നമുക്ക് നേരെ ഷാപ്പിൽ അകത്തോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. ബാ, കറി വെക്കുന്നതായിട്ട് നമ്മുടെ അപ്പാപ്പി കേട്ടോ. അപ്പൊ ഇവിടെ പേരൊക്കെ സുരേഷ്. രണ്ടുപേരും മുതലാളിയാണ്. രണ്ടുപേരും പേരൊക്കെ തോന്നുന്നത്. ഇവർ രണ്ടുപേരും നമ്മുടെ ഈ കുട്ടനാട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ നല്ല അടിപൊളി ഫുഡൊക്കെ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിലും കൂടിയൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഷാപ്പിലോട്ടൊക്കെ വന്ന് നല്ല അടിപൊളി ഫുഡൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് നേരെ ഇതിൻ്റെ അടുക്കളോട്ട് പോയാലോ? പോവാമോ? ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ നല്ല ഇത് മീൻകറി അല്ലേ? ഇത് എല്ലാത്തിനും മീനാ? വാളക്കറി വേണ്ട, അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉച്ചക്കത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു അല്ലേ? ഈ ചേട്ടന്മാരെ ആദ്യം പരിചയപ്പെടാം. കുക്കാ? പേരെങ്ങനെ? സുരേഷ്. ചേട്ടൻ്റെ? അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചിയൊക്കെ കൈകാര്യം ചെയ്തത്. അപ്പം നമുക്ക് ജീവനുള്ള വരാലിനെ കണ്ട് പിടിച്ച് എൻ്റെ കറി വെക്കാൻ വേണ്ടി പോവാണ്. രണ്ടുപേരും അപ്പം ഇതിന് വെട്ടി നമ്മളെ കറി വെച്ച് കാണിക്കത്തില്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ കറിയൊക്കെ ഒന്ന് കാണാം. ഇതെന്ത് ഞണ്ട് നല്ല ഫ്രഷ് ഞണ്ട് കറിയാണിത്. അപ്പം ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഇപ്പൊ ഉച്ച സമയമായതുകൊണ്ട് ആൾക്കാരൊക്കെ ഒന്ന് കഴിച്ച് ഏകദേശം തീരാറായി ഇരിക്കും അല്ലേ? നല്ല എണ്ണ ഉണ്ട് ഒഴിച്ചിട്ടുണ്ട്. കട്ടി ചൂടാക്കി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കി എടുക്കാൻ പോവാം. ഉലുവ കടി കിട്ടിയതിന് ശേഷം നമ്മുടെ ഉലുവ ഇട്ടു. അവിടെ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എല്ലാം കൂടെ നമ്മളുടെ ഉപ്പും കൂടി. കുടംപുളി ഇട്ട ശേഷം നമ്മളതിൻ്റെ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഇപ്പോഴേ നമുക്ക് ആ ഇതിൻ്റെ കറിയുടെയൊക്കെ സ്മെല്ല് ഇപ്പോഴേ വരും. പെരുംജീരകത്തിൻ്റെ പൊടി തന്നെ നമ്മുടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിട്ടപ്പോഴേ കറക്റ്റ് ആ ഒരു സ്മെല്ല് ഇതല്ല, കുരുമുളക്. ഇവിടെ ഈ തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ വരാലിൻ്റെ പീസ് നമ്മളിവിടെ അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഉണ്ടാ കറക്കി നമ്മൾ ഇട്ട് കൊടുക്കുക.
ഇതിൻ്റെ കരിയാപ്പിലയും കൂടെ കൊടുക്കുക. വേണ്ട കറി നമ്മൾ വേണ്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നല്ല ആവിയൊക്കെ പറന്ന് എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മളെ ഇത് ടേസ്റ്റ് ചെയ്യാതെ തന്നെ അതിൻ്റെ സ്മെല്ല് അടിച്ചപ്പോഴേ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അതെങ്ങനെ ആയിരിക്കും. ഓക്കെ, ആ വരാലിൻ്റെ തലയാണ്. ഇതൊരു പീസായിട്ടാണോ കൊടുക്കുന്നത്? ഒരു പീസായിട്ട്, ഒരു വരാലായിട്ട് കൊടുക്കും. അല്ലല്ലോ, ഒരു പീസായിട്ട് വേണം കൊടുക്കും, ഒരു വരാലായിട്ടാണ്. ആവശ്യക്കാരുടെ ഇഷ്ടാനുസരണം നമ്മൾ ചെയ്തു അങ്ങനെ ചെയ്യുന്നത്. ഫുള്ളും വേണമെന്ന് പറഞ്ഞാൽ ഒരു വരാൽ ഫുള്ളും താറാവണേലും ഒരു താറാവ് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് കൊടുക്കും. ഓരോ പീസ് മതി എന്ന് പറഞ്ഞാൽ പീസായിട്ട് ചെയ്യും. കറിയുടെ മണ്ടക്കോട്ട് ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ മുളക് പൊടിയൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്നതാണോ അതോ ഞങ്ങൾ പൊടിപ്പിക്കുന്നു, സ്വന്തമായിട്ട് പൊടിപ്പിച്ചെടുക്കും? ആ, പൊടിച്ച്. മസാല എല്ലാം പൊടിച്ചാണ്. മസാല എല്ലാം കൂടെ പൊടിച്ച് മസാല വെച്ചു. തക്കാളി ഇട്ടുകൊണ്ട് റെഡിയായി വരുന്നു. കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. രണ്ടുപേരും കൂടെ എൻ്റെ വാശിക്ക് വേണ്ട അപ്പുറം ഇപ്പുറം ഇരുന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുക. കടുക് കടുക് നല്ലപോലെ ഇങ്ങനെ പൊട്ടി തെറിക്കുന്നു. നമ്മളുടെ ഇതുണ്ടാക്കിയ പച്ചമുളക് ഇട്ട്, ആ പച്ചമുളക് ഇട്ട്, പച്ചമുളക് ഇട്ട്, ആ പച്ചമുളക് ഇട്ട്, പച്ചമുളക് ഇട്ട്, ഉള്ളി ഇട്ട്, ആ വെളുത്തുള്ളി ഇട്ട്, ആ കറിവേപ്പില ഇട്ട്. അപ്പോൾ എല്ലാം കൂടി ഇട്ട് നമ്മളിനി ഇതാക്കി എടുക്കണം. ഒരു മണം വരും അല്ലേ? ഇപ്പോഴേ ആ സ്മെല്ലൊക്കെ നമുക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി കപ്പയ്ക്കകത്തിട്ടിട്ട് കപ്പ ഇടിക്കണം അല്ലേ? കപ്പ ഇടിക്കണം. ഇടിച്ച് നല്ല പരുവാക്കണം. നമ്മളുടെ കപ്പയ്ക്കകത്തോട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കൊടുത്തിട്ട് നല്ലപോലെ ഇടിക്കുക. ഇടിക്കുന്ന മിഷൻ. നമ്മുടെ കപ്പ ഏകദേശം ആയിട്ട് ഭസ്മം പോലെ ഇടിഞ്ഞിട്ടുണ്ട്. ആ കണ്ട നല്ല പരുവത്തിലായിട്ട്. തട്ടിപ്പൊത്തി വെച്ച് നമ്മുടെ കപ്പ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഷാപ്പിൽ അത്യാവശ്യം ഇപ്പോൾ തന്നെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. നല്ല തിരക്കായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മുതലാളി വരെ അടുക്കള കയറിയിട്ടുണ്ട്. മുതലാളി വരെ കറികൾ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. വേണ്ട അപ്പം അത്യാവശ്യം ഇപ്പോൾ നല്ലപോലെ ഉച്ച സമയമൊക്കെ കഴിയുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ ആൾക്കാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മുതലാളി വരെ ഇവിടെ തൊഴിലാളിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ സംഭവം എല്ലാം നമ്മുടെ ഫുഡെല്ലാം ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ടാക്കിയ ചേട്ടന്മാരായിട്ട് നമ്മുടെ ഇതെല്ലാം പരിചയപ്പെടും. പിന്നെ ഓരോന്ന് വെച്ചിട്ട് പറയും പറഞ്ഞു. നമുക്കിത് ചപ്പാത്തിയാണ്. ചപ്പാത്തി, ഇത് പാലപ്പം, ഇത് കപ്പ, ഇത് പൊറോട്ട. അപ്പം നമ്മൾ കഴിക്കാനുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ ഇതാണ്. ബാക്കിയുള്ള എല്ലാം ഇതിൻ്റെ ഓരോ ഇങ്ങനെ കറിയായിട്ടാണ് വരുന്നത്. എല്ലാം പറഞ്ഞു. ഇത് നമുക്ക് അപ്പവും താറാവുക ഇതിനകത്ത് കഴിക്കുന്നത്. പിന്നെ ചപ്പാത്തിയുടെ കൂട്ടത്തിൽ പന്നിയുണ്ട്.
പിന്നെ ബീഫുണ്ട്. അടിപൊളി പന്നി. പന്നി എങ്ങനെയുണ്ട്? പന്നി കണ്ടാൽ തന്നെ നമ്മുടെ വായിന്നുള്ള ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കി അങ്ങനെ എന്താണെന്നുള്ള അറിയാമല്ലോ. നമ്മൾ കാണുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ കുരുമുളകിൻ്റെ ഇതിൻ്റെ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ബീഫുണ്ട്, പിന്നെ കക്കാർച്ചയുണ്ട്, പിന്നെ തലക്കറിയാണ് കപ്പയുടെ കൂടത്തിൽ കൂട്ടാൻ പറ്റിയ മെയിൻ ഐറ്റമാണ് ഈ തലക്കറി എന്ന് പറയുന്നത്. കപ്പയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തലക്കറിയാണ്. പിന്നുള്ളതെന്ന് പറയുമ്പോൾ ഇത് വാളക്കറി, ഇതൊക്കെ നാടൻ വാളയാണ് ഇത്. പിന്നെ നമ്മുടെ കള്ളുണ്ട്. ഈ ചേട്ടാ ഒരു 10-30 വർഷമായിട്ട് ഇത് ചെറ്റുകാലിയാണ് കല്ല് എത്താൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ചേട്ടൻ കള്ള് 320 ഇതായിട്ട് കടൂറ്റാൻ പോവാണ്. ശ്രദ്ധിച്ചു താഴെ പോയാൽ പോയി താഴെ പോകത്തില്ല. നമ്മൾ നല്ല 10-35 വർഷമായില്ലേ. 35 വർഷമായപ്പോൾ നമുക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. രാവിലത്തെ കള്ളാണ്, തുള്ളി പോലും താഴെ പോകത്തില്ല. ഒരു മായമില്ലാത്ത അടിപൊളി ഫ്രഷ് ചെത്താണ്. അത് കുടങ്കള്ളം. സുരേഷ് വർമ്മ. അപ്പോൾ നമ്മളിവരെല്ലാം പരിചയപ്പെടുത്തിയാണ്. പിന്നെ ഈ 2 ചേട്ടന്മാരാണ് നമ്മുടെ ഇവിടെ കുക്ക് ചെയ്യുന്നത്. കൂടുതലും ഫുഡെല്ലാം ഉണ്ടാക്കി തയ്യാറാക്കുന്നത്. ഇവരുടെ ഒരു കൈപ്പുണ്യാണ് ഇവിടെ എല്ലാം ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മുടെ ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ കള്ളി ഷാപ്പ് വരുന്നത്. ഷാപ്പ് മാത്രമല്ല ഒരു ഫാമിലി റെസ്റ്റോറൻറ്റും കൂടാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഇതിലും കൂടി പോകുന്നവരെല്ലാം ഇവിടെ സന്ദർശിക്കുക. പിന്നെ അത്യാവശ്യം നമുക്ക് ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ അവർക്ക് ഫാമിലി ആയിട്ട് തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, പിന്നെ അതുപോലെ തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലും കൂടി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലും കൂടി പോകുമ്പോൾ ഒന്ന് ഇവിടെ കയറി ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റുള്ള ഫുഡൊക്കെയാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, പിന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വായിൽ വെള്ളം. അപ്പോൾ അതുപോലത്തെ ഫുഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ വരാണ്ട് കറിയാണ് സ്പെഷ്യൽ കേട്ടോ. എൻ്റെ ടേസ്റ്റ് ഒന്ന്, എൻ്റെ ചാറിൻ്റെ ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം. നോക്കി നല്ല അടിപൊളി ടേസ്റ്റ്. നമ്മൾ വന്നപ്പോൾ തന്നെ ആണെങ്കിൽ കണ്ടതാണ്. നമ്മൾ വരാലെല്ലാം പിടിച്ച് കുടത്തിയിലിട്ട് വെട്ടി കറി വെച്ച് ഇപ്പം തന്നെ ഉണ്ടാക്കിയാണ്, നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയാണ് ഈ ചേട്ടൻ. അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കരിയും പൊള്ളിച്ചത് അവിടെ റെഡിയാക്കി കരിയും പൊള്ളിച്ചത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്, ഏകദേശം എല്ലാ ഐറ്റംസും ഉണ്ട്. ചെമ്മീനൊക്കെ നോക്കി അതിൻ്റെ ടേസ്റ്റ് നോക്കി. ചെമ്മീനൊക്കെ നല്ല വെറൈറ്റി സൂപ്പർ വലിയ ചെമ്മീനാണ്. അടിപൊളി, ഒന്നും പറയാനില്ല. അടിപൊളി ചേട്ടൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം ഉണ്ട്, ബീഫുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞ് വന്നുകൊണ്ട് ഏകദേശം എല്ലാ ഐറ്റംസ് തീരാറായായിരുന്നു. ഇത് ഊണെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയായിട്ട് നമ്മളിപ്പോൾ ഒരു 2 മണി 2:30 ആയപ്പോൾ വന്നതാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് വന്നതാണ്. ഈ ഒത്തിരി ഫാമിലീസൊക്കെ വന്നിട്ട് ഫുഡ് കഴിച്ച കാരണം ഏകദേശം ഫുഡ് ഐറ്റംസ് ഒക്കെ ഏകദേശം വരുന്നുണ്ട്. അടുത്ത 2 കറി ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കേട്ട നമ്മുടെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറായ നമ്മുടെ അച്ചാനെ തന്നെ കൊടുക്കും. അടിപൊളി 2 കറിയാണ്. ഇങ്ങോട്ട് കഴിച്ചൊക്കെ ഒന്ന് പോകാം. അടിപൊളി സാധനം. അപ്പോൾ ഇതുപോലെ തന്നെ താറാകറി ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഇത് തലക്കറിയൊക്കെ ഇരിക്കുന്നതാണ്. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വേണ്ട ഒരു പിടി പിടിക്കണം. ഇവിടെ ഈ കപ്പയുടെ കൊടുത്ത് ഇളക്കി കൊണ്ട് അടിക്കണം. അടിപൊളി സാധനം. നമ്മുടെ ചൂടുള്ള കപ്പയാണിത്. അടിപൊളി ടേസ്റ്റുള്ള കപ്പയാണ്. മീൻ തല മുക്കിയൊന്ന് കഴിച്ചു ടേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയുണ്ട്. അടിപൊളി അടിപൊളിയാണ്. അടിപൊളിയാണ്. നമ്മളെപ്പോഴും കുട്ടനാടൻ ഭക്ഷണം കൊടുക്കുന്നത് നാടൻ. നമ്മൾ ഈ അതുമല്ല പുറത്തുള്ളവരൊക്കെ നമ്മുടെ കുട്ടനാടെന്ന് കേൾക്കുമ്പോഴേ അവരുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് നമ്മുടെ ഈ ഷാപ്പൊക്കെയാണ്. ഷാപ്പിലെ ഫുഡും അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ കുട്ടനാട്ടിൽ വന്നാൽ തന്നെ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഈ നാടൻ ഭക്ഷണം. കുട്ടനാട്ടിൽ തന്നെ നാടൻ ഭക്ഷണങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് വരിക. പിന്നെ വഴി ഏകദേശം അറിയാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ചേട്ടൻ്റെ നമ്പരൊക്കെ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ വിളിച്ചു ചോദിച്ചിട്ട് സ്ഥലം ചോദിച്ചിട്ട് വരിക. പിന്നെ നമുക്ക് സ്ഥലങ്ങൾ പഠിക്കാനൊന്നുമില്ല. ഏകദേശം ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡിന്റെ ഏകദേശം നടുക്ക് തന്നെ പള്ളിക്കൂട്ടും അല്ലേ. ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ. ആലപ്പുഴയിൽ വന്നിട്ടുണ്ടെങ്കിൽ മധ്യത്തിൽ 2 ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡിന്റെ ഏകദേശം നടുക്കിരിക്കുന്ന സ്ഥലത്താണ്. എല്ലാ ഫാമിലി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള പ്രത്യേക ഇതുണ്ട്. പിന്നെ വണ്ടി പാർക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്.
അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഫാമിലി ആയിട്ട് പോകാൻ മതി. ബാക്കിയുള്ളതെല്ലാം ഏറ്റവും എല്ലാം ഏറ്റവും നമ്മുടെ ചേട്ടൻ തന്നെ ഇത് സ്വന്തമായിട്ട് ചെത്തിയ കണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. ചെന്ന് കുടിച്ച ഇപ്പൊ കുട്ടനാട് വന്നിട്ട് ശകലം കല്ല് കുടിച്ചില്ലേ കേൾക്കാം. അതല്ല ചെത്ത് കള്ളാണ്. അപ്പൊ നമ്മുടെ ഇന്നലെ കല്ല് കുടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടനാട് വന്നിട്ട് നാടൻ പാട്ട് കൂടെ കേട്ടില്ല കേൾക്കാം. അപ്പൊ നമ്മുടെ അപ്പാപ്പിനെ തന്നെ കൂടി ക്ഷണിക്കുകയാണ്. അപ്പൊ അപ്പാപ്പിയുടെ ഒരു അടിപൊളി കുട്ടനാടൻ സ്റ്റൈലിൽ ഒരു അടിപൊളി ഒരു പാട്ട് അല്ലേ? എന്നെ പാട്ട് പാടുന്നത് നമ്മുടെ ഈ കുട്ടനാടൻ ഫുഡ് കഴിയുമ്പോൾ കുട്ടനാടൻ സ്റ്റൈലിലുള്ള പാട്ട്. പാടി തെയ്യം താരേ തെയ്യത്തിനന്ദിനുണ്ടോ തെയ്യം താരേ തെയ്യാതിനന്ദിനുണ്ടോ 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 തെയ്യം താരേ തെയ്യത്തിനന്ദിനുണ്ടോ തെയ്യം താരേ ഞാറുപറിച്ചു തെയ്യം താരേ കാടത്തു ചെന്നിറങ്ങി തെയ്യം താരേ ഞാറുപറിച്ചു തെയ്യം താരേ കാടത്തു ചെന്നിറങ്ങി തെയ്യം താരേ തെയ്യാതിനന്ദോ തെയ്യം താരേ തെയ്യത്തിനന്ദോ തെയ്യം താരേ തെയ്യാതിനന്ദിനന്ദോ തെയ്യം താരേ തെയ്യത്തിനന്ദിനന്ദോ തെയ്യം താരേ ചോരപൊടിക്കുന്നേ തെയ്യം താരേ ചോരാതെ പാടും ഞങ്ങൾ തെയ്യം താരേ ചോരപൊടിക്കുന്നേ തെയ്യം താരേ ചോരാതെ പാടും ഞങ്ങൾ തെയ്യം താരേ തെയ്യാതിനന്ദിനന്ദോ തെയ്യം താരേ തെയ്യത്തിനന്ദിനന്ദോ തെയ്യം താരേ തെയ്യാതിനന്ദിനന്ദോ തെയ്യം താരേ തെയ്യത്തിനന്ദിനന്ദോ തെയ്യം താരേ കാകനിറങ്ങുന്നേ തെയ്യം താരേ പാടത്തു ചെന്നിറങ്ങി തെയ്യം താരേ കാകനിറങ്ങുന്നേ തെയ്യം താരേ പാടത്തു ചെന്നിറങ്ങി തെയ്യം താരേ തെയ്യാതിനന്ദോ തെയ്യം താരേ തെയ്യത്തിനന്ദോ തെയ്യം താരേ തെയ്യാതിനന്ദിനന്ദോ തെയ്യം താരേ തെയ്യത്തിനന്ദിനന്ദോ തെയ്യം താരേ ഞാറുപറിച്ചു തെയ്യം താരേ നട്ടെല്ലു നീരു വച്ചേ തെയ്യം താരേ ഞാറുപറിച്ചു തെയ്യം താരേ നട്ടെല്ലു നീരു വച്ചേ തെയ്യം താരേ തെയ്യാതിനന്ദിനന്ദോ തെയ്യം താരേ തെയ്യത്തിനന്ദിനന്ദോ തെയ്യം താരേ തെയ്യാതിനന്ദിനന്ദോ തെയ്യം താരേ തെയ്യത്തിനന്ദിനന്ദോ തെയ്യം താരേ തെയ്യാതിനന്ദിനന്ദോ 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 തെയ്യം താരേ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള നാടൻ നല്ല അടിപൊളി ഫുഡും അതുപോലെ നാടൻ ഇതുപോലെ നല്ല അടിപൊളി നാടൻ പാട്ടും ഒക്കെ കേൾക്കണമെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പാട്ട് പാടി കൊടുക്കാൻ പാട്ട് പാടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് വാ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ അത് നോക്കി ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് അടിച്ച് പൊളി നല്ല അടിപൊളി ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം മച്ചാ പോലെ ഇതിന്റെ അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതൊരു ഫ്രണ്ട്സ് ബൈ ബൈ. തെയ്യാതി